ഞാൻ കണ്ടടാ ആ പഴയ റാൻഡി ഓർട്ടോണെ. അതേ ഗൈസ്, ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ബാക്ക്ലാഷ് 2025 ഒരു രക്ഷയുമില്ലാത്ത ഷോ തന്നെയായിരുന്നു. നല്ല കിട്ടിലൻ മാച്ച് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും തന്നെ അറിയുന്നത് പോലെ ബാക്ക്ലാഷ് 2025 വളരെ കുറച്ച് മാച്ചുകൾ മാത്രമേ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കിട്ടിയ മാച്ചുകളെല്ലാം തന്നെ വേറെ ലെവൽ മാച്ചുകളായിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ജോൺസിന വേഴ്സസ് റാൻഡി ഓർട്ടൺ തമ്മിലുണ്ടായിരുന്ന മാച്ച് തന്നെയായിരുന്നു. ഒരു ഗോൾഡ്ബർഗ് വേഴ്സസ് അണ്ടർടേക്കർ തമ്മിലുള്ള നല്ല പ്രായമായവർ തമ്മിൽ കളിക്കുന്ന രീതിയിലുള്ള മാച്ച് ആയിരിക്കും എന്നെല്ലാം തന്നെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ റാൻഡിയുടെ പെർഫോമൻസ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ആ ലെവലിലുള്ള പെർഫോമൻസ് ആയിരുന്നു റാൻഡി അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. സീനയെ അടിച്ചൊരു വഴിയാക്കിയിട്ടുണ്ടായിരുന്നു. വന്നവനും നിന്നവനും പോയവനും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് 3 കാര്യങ്ങൾ മാത്രം: RKO. അതുമാത്രമല്ല, ബാക്കിയുള്ള മാച്ചുകളും നല്ല അടിപൊളി മാച്ചുകളായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബാക്ക്ലാഷ് 2025 നടന്നിട്ടുള്ള കിഡിലൻ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ ബാക്ക്ലാഷ് 2025 നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് മാച്ച് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്തേക്കണേ. വെൽക്കം ടു WWE മലയാളം ഗോസിപ്സ്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. ഈ വർഷത്തെ ബാക്ക്ലാഷ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഫെറ്റൽ 4-വേ മാച്ചുമായിട്ടായിരുന്നു. എൽഎ നൈറ്റ് വേഴ്സസ് ഡ്രൂ മെക്കിൻഡർ വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുണ്ടായിരുന്ന മാച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ മക്കളെ, കിഡിലൻ മാച്ചായിരുന്നു. 4 പേരും ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് തന്നെയായിരുന്നു അതിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ചാമ്പ്യനായിട്ട് നിൽക്കുന്നത് ജേക്കബ് ഫാറ്റു ആയതുകൊണ്ട് ഫാറ്റുവിൻ്റെ കയ്യിൽ നിന്നും ഇപ്പോൾ അടുത്തൊന്നും തന്നെ ചാമ്പ്യൻഷിപ്പ് പോകില്ല എന്നുള്ളതും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചാമ്പ്യൻഷിപ്പ് കിട്ടുകയാണെങ്കിൽ അത് മെക്കിൻഡറിൻ്റെ കയ്യിലേക്കും കിട്ടുമെന്നുള്ളതും നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ഓസം ചാൻറ്റുകളെല്ലാം തന്നെ ആ ഒരു മാച്ചിനിടയ്ക്ക് വരുന്നത് നമ്മൾ കേട്ടു. അതിൽ എടുത്തു പറയേണ്ടത് ജേക്കബ് ഫാറ്റു ആൻഡ് ഡ്രൂ മെക്കിൻഡർ തമ്മിലുള്ള ഫേസ് ഓഫ് റിങ്ങിൽ നിന്ന് വന്ന സമയത്തുള്ള ഫാൻസിൻ്റെ സപ്പോർട്ട് തന്നെയായിരുന്നു. ഫാൻസ് എല്ലാവരും അത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മെക്കിൻഡർ ജയിക്കും എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിയ സമയത്ത് ഡാമിയൻ പ്രീസ്റ്റ് റഫറിയെ പിടിച്ച് വലിക്കുന്നതും പിന്നീട് ഡാമിയൻ പ്രീസ്റ്റും മെക്കിൻഡറും കൂടി ഫാൻസിൻ്റെ ക്രൗഡിൻ്റെ അടുത്തേക്ക് പോകുന്നതും അവിടെ വെച്ച് അവർ ഫൈറ്റ് ചെയ്യുന്നതും മെക്കിൻഡറിനെ ചോക്സ്ലാം ടേബിളിൻ്റെ മുകളിലേക്ക് ഡാമിയൻ പ്രീസ്റ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് ജേക്കബ് ഫാറ്റുവിനെ അനൗൺസർ ടേബിളിൻ്റെ മുകളിൽ കിടത്തിക്കൊണ്ട് എൽഎ നൈറ്റ് ടേൺ ബക്കിളിൻ്റെ മുകളിൽ നിന്നും ചാടുമെന്നുള്ള ലെവലിൽ എത്തി നിൽക്കുന്ന സമയത്തായിരുന്നു ആ ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, ജേക്കബ് ഫാറ്റുവിൻ്റെ ടീമായിട്ടുള്ള സോളോ സിക്കോ വന്ന് ഫാറ്റുവിനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. അപ്പോഴേക്കും എൽഎ നൈറ്റ് വന്ന് സോളോയെ തല്ലാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും പുറകിൽ നിന്നും മറ്റൊരുത്തൻ വന്ന് എൽഎ നൈറ്റിനെ അറ്റാക്ക് ചെയ്തു. മറ്റാരുമായിരുന്നില്ല, ജെഫ് കോബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്ലറായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫ്രീ ഏജന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെല്ലാം തന്നെ. ഭയങ്കര പവർഫുൾ റെസ്ലറാണ്, പക്ഷേ മൈക്ക് സ്കിൽ വളരെ കുറവാണ്. നമ്മുടെ ജേക്കബ് ഫാറ്റു പോലെയുള്ള ഒരു റെസ്ലറാണ് ഈ ജെഫ് കോബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ലൈനിലേക്ക് പുതിയൊരു വ്യക്തി കൂടി വരികയുണ്ടായി. ബാരിക്കേഡിൻ്റെ മുകളിലേക്കും റിംഗ് പോസ്റ്റിൻ്റെ മുകളിലേക്കും മാറി എൽഎ നൈറ്റിനെ ജെഫ് കോബ് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. പക്ഷേ ജേക്കബ് ഫാറ്റുവിനെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ജേക്കബ് ഫാറ്റു അദ്ദേഹത്തിൻ്റെ ഫിനിഷർ ചെയ്തുകൊണ്ട് എൽഎ നൈറ്റിനെ തോൽപ്പിച്ചുകൊണ്ട് തൻ്റെ ചാമ്പ്യൻഷിപ്പ് US ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്യുകയുണ്ടായി. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് പെൻറ്റ വേഴ്സസ് ഡേർട്ടി ഡോം തമ്മിലുള്ള ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ചായിരുന്നു. ഇപ്പോൾ മിഡ് കാർഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ WWE സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷം തന്നെയാണുള്ളത്. അങ്ങനെ ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനമായപ്പോഴേക്കും കാർലിറ്റോ റഫറിയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വരികയുണ്ടായി. ഫിൻ ബാലറും JD മക്ഡോണയും കൂടി റിംഗ് സൈഡിൽ നിന്നുകൊണ്ട് പെൻഡയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയുണ്ടായി. പക്ഷേ അവിടെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് ബാലർ ഒരു ചെയർ എടുക്കാൻ വേണ്ടി പോയി. ഈ ചെയർ എടുത്ത് വരുമ്പോഴേക്കും റഫറി ബാലറിനെ കണ്ടു. ഇവരെ 3 പേരെയും റിംഗ് സൈഡിൽ നിന്നും ബാൻ ചെയ്യുകയുണ്ടായി. ഇത് ശരിക്കും ഫിൻ ബാലർ കരുതി കൂട്ടി ബാൻ ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഫിൻ ബാലർ ഫേസ് ക്യാരക്ടർ ആകുമെന്നുള്ളതിൻ്റെ ഒരുപാട് സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഇവരുടെ മാച്ച് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ബാലർ വന്ന് റഫറിയെ വീണ്ടും ഡിസ്ട്രാക്ട് ചെയ്യുകയുണ്ടായി. ഇതേ സമയത്ത് എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വന്തം ചാഡ് ഗേബിൾ വന്നുകൊണ്ട് പെൻഡയെ ഒരു ഹെഡ് ബട്ട് ചെയ്യുകയുണ്ടായി. അതോടുകൂടി പെൻഡ താഴേക്ക് വീണു. ഡോം ഒരു ഫ്രോഗ് സ്പ്ലാഷ് ചെയ്ത് പെൻഡയെ തോൽപ്പിച്ചുകൊണ്ട് സ്റ്റിൽ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായി മാറുകയുണ്ടായി. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് പാറ്റ് മെക്കാഫി വേഴ്സസ് ദ റിംഗ് ജനറൽ ഗുന്തർ തമ്മിലുള്ള മാച്ചായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സ്ക്വാഷ് മാച്ച് ആയിരിക്കും. ഗുന്തർ പെട്ടെന്ന് തന്നെ പാറ്റ് മെക്കാഫിയെ തോൽപ്പിക്കും എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു. പക്ഷേ മെക്കാഫി ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുകയുണ്ടായി. ആ ഒരു മാച്ചിനിടയ്ക്ക് മൈക്കിൾ കോൾ വരുന്നതും ഭയങ്കര ഇമോഷണലി നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം ഗുന്തർ തന്നെ വിജയിച്ചു. പക്ഷേ പാറ്റ് മെക്കാഫിക്ക് നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് സപ്പോർട്ട് അവിടെ നിന്നും കിട്ടുകയുണ്ടായി. പിന്നീടാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്നിട്ടുണ്ടായിരുന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. വൈപ്പർ റാൻഡി ഓർട്ടൺ വേഴ്സസ് ജോൺ സീന തമ്മിലുള്ള മാച്ചാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇവർ തമ്മിലുള്ള 11ാമത്തെ പ്രീമിയം ലൈവ് ഇവന്റിൽ നടക്കുന്ന മാച്ചാണ് നടക്കുന്നത്. ഈ പ്രീമിയം ലൈവ് ഇവന്റിൽ
അതിൽ 5 മാച്ചുകൾ ജോൺ സീനയും 5 മാച്ചുകൾ റാൻഡിയുമായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അവർ തമ്മിലുള്ള സീരീസിലെ ഏറ്റവും അവസാനത്തെ മാച്ചിൽ വിജയം ആരുടെ കയ്യിലായിരിക്കും എന്നുള്ളത് കാണാൻ വേണ്ടി തന്നെയായിരുന്നു ഫാൻസ് മുഴുവൻ കാത്തിരുന്നത്. റാൻഡിയുടെ നാട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു മാച്ച് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഫാൻ സപ്പോർട്ട് മുഴുവൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് റാൻഡിക്ക് തന്നെയായിരുന്നു. സീനക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. സീനയും റാൻഡിയും മത്സരിക്കുന്ന സമയത്ത് സീനയോട് യു കാൺ റസിൽ എന്നുള്ള രീതിയിലെല്ലാം തന്നെ ഫാൻസ് അവിടെ നിന്നും ചാൻഡ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പഴയ മാച്ചുകളിലെല്ലാം തന്നെ റാൻഡിയാണ് മാച്ചിനിടയ്ക്ക് ഇറങ്ങി പോകാറുള്ളത്, ഞാൻ ഇനി മത്സരിക്കുന്നില്ല എന്നുള്ളത് തന്നെ പറഞ്ഞ്. പക്ഷേ ഈ ഒരു മാച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നത് സീന ഇറങ്ങിപ്പോയി ഞാൻ ഇനി മത്സരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ റാൻഡി സീനയെ വലിച്ചഴച്ചുകൊണ്ട് റിങ്ങിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ആ ഒരു മാച്ചിനിടയ്ക്ക് ജോൺ സീന ഒരു കിഡിലൻ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് റാൻഡിക്കിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നിന്നും റാൻഡി അങ്ങ് വീഴുന്നു. അതാ കിടക്കുന്നു RKO എന്ന് പറഞ്ഞിട്ടുള്ള മൂവ് നല്ല കിഡിലനായിട്ട് RKOയിലേക്ക് റാൻഡി കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സീനയുടെ കയ്യിൽ നിന്നും ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടും റാൻഡി തോറ്റില്ല. അത് കഴിഞ്ഞ് സീനയുടെ സ്ഥിരം ഷോൾഡർ ടാക്കിൾ ചെയ്യുകയുണ്ടായി. ഒരു ഷോൾഡർ ടാക്കിൾ ചെയ്തു, രണ്ടാമത്തെ ഷോൾഡർ ടാക്കിൾ ചെയ്യുന്ന സമയത്ത് അതൊരു RKO ആയിട്ട് നമ്മൾ റാൻഡി കൺവേർട്ട് ചെയ്തു. പക്ഷേ എന്നിട്ടും ജോൺ സീനയെ തോൽപ്പിക്കാനായില്ല. അത് കഴിഞ്ഞ് റാൻഡി ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നത് ജോൺ സീനയുടെ തലയ്ക്ക് തന്നെയായിരുന്നു. അതെ, പൺ കിക്ക് ചെയ്ത് സീനയുടെ കരിയർ തുലയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു റാൻഡി നോക്കിയിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിൽ നിന്നും മാറി സീന ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. പക്ഷേ അപ്പോഴും റാൻഡി തോറ്റില്ല. പിന്നീട് റാൻഡിയെ റഫറിയുടെ മുകളിലേക്ക് സീന തള്ളിയിടുകയുണ്ടായി. അതോടുകൂടി റഫറിയുടെ ബോധം പോയി. ഇനി എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. സീന തൻ്റെ ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ടുവന്ന് റാൻഡിയുടെ തലയടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റാൻഡിയുടെ വക RKO റഫറി പിൻ ചെയ്തു. സീന തോറ്റില്ല. സീനയുടെ പവർ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ല കിഡിലനായിട്ട് സീന ഇതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനൗൺസർ ടേബിളിൻ്റെ മുകളിലേക്ക് റാൻഡി സീനയെ എടുത്തിട്ടു. തീർന്നില്ല, വീണ്ടും ഒരു ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ടേബിളിൻ്റെ മുകളിലേക്ക് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് റാൻഡി അർട്ടോൺ ചെയ്യുകയുണ്ടായി. റാൻഡി ഒരു രക്ഷയുമില്ലാത്ത പവറിലായിരുന്നു ആ ഒരു മാച്ചിൽ മുഴുവനായിട്ടും മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് റിങ്ങിലേക്ക് വന്ന് RKO, പക്ഷേ റഫറി വന്ന് പിൻ ചെയ്തിട്ടും ജോൺ സീന അവിടെ തോറ്റില്ല. ദിസ് ഈസ് ലെജൻഡറി മാച്ച്. ഫാൻസ് മുഴുവൻ ദിസ് ഈസ് ഓസം എന്ന് പറഞ്ഞിട്ടുള്ള ചാൻറ്റുകൾ അവിടെ ചെയ്യുന്നത് നമ്മൾ കണ്ടു. റാൻഡി റഫറിയോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് സീന തൻ്റെ ചാമ്പ്യൻഷിപ്പ് ഉപയോഗിച്ച് റാൻഡിയുടെ തലയടിച്ച് പൊളിക്കാൻ വേണ്ടി വരികയുണ്ടായി. പക്ഷേ റാൻഡി അവിടെ നിന്നും മാറി തല പൊളിഞ്ഞിട്ടുണ്ടായിരുന്നത് റഫറിയുടെ ആയിരുന്നു. അതോടുകൂടി റാൻഡി സീനയെ ഒരു RKO ചെയ്തു. പക്ഷേ പിൻ ചെയ്യാൻ റഫറി ഇല്ലായിരുന്നു. അപ്പോഴേക്കും WWE ഒഫീഷ്യൽസ് വന്നു. അവർ വന്നുകൊണ്ട് പിൻ ചെയ്യുകയല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, റഫറിയുടെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്നുള്ളതായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും സ്മാക്ക് ഡൗൺ ജനറൽ മാനേജറായിട്ടുള്ള നിക്ക് ആൽഡിസ് വരെ അതിലുണ്ടായിരുന്നു. റാൻഡി വന്നുകൊണ്ട് നിങ്ങൾ എൻ്റെത് പിൻ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അല്ലാതെ അവൻ്റെ കാര്യം നോക്കുകയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം തന്നെ പറഞ്ഞ് അവിടെ നിന്നും ദേഷ്യം പിടിച്ച സമയത്ത് നിക്ക് ആൽഡിസ് എന്തൊക്കെയോ പറഞ്ഞു. അതാ കിടക്കുന്നു RKO ടു നിക്ക് ആൽഡിസ്, അടുത്തവനിട്ട് RKO, മൂന്നാമത്തവനിട്ട് RKO. അങ്ങനെ ഒരു ലോഡ് RKOകളായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങേർക്കാണോ ശരിക്കും ഇത്രയും പ്രായമായത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോകും. ഇപ്പോഴത്തെ യങ് താരങ്ങളെക്കാൾ കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു റാൻഡി അവിടെ കാഴ്ചവെച്ചത്. വീണ്ടും റാൻഡി പൺ കിക്ക് ചെയ്യാൻ വേണ്ടി പൊസിഷൻ എല്ലാം തന്നെ സെറ്റാക്കി നിന്നപ്പോഴേക്കും അതാ വരുന്നു ട്രൂത്ത് വന്നുകൊണ്ട് ഒന്നും ചെയ്യില്ലേ പൺ കിക്ക് ചെയ്യില്ലേ എന്ന് പറഞ്ഞു. അതാ കിടക്കുന്നു RKO ടു ട്രൂത്തിനെയും നോക്കി റാൻഡി നിന്ന ആ ഒരു സമയം മുതലെടുത്തുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് ഉപയോഗിച്ചു. റാൻഡിയുടെ തലമണ്ട അടിച്ചു പൊളിച്ചു ജോൺ സീന. അപ്പോഴേക്കും റഫറി കയറി വന്നു. സീന ഈസ് ദ വിന്നർ. അതെ ഗൈസ്, ജോൺ സീന വീണ്ടും ആ ഒരു മാച്ചിൽ വിജയിക്കുകയുണ്ടായി. റാൻഡി ഓർട്ടോണെ ജോൺ സീന തോൽപ്പിക്കുകയുണ്ടായി. ആ ഒരു മാച്ച് കഴിഞ്ഞ് സീനയുടെ എൻട്രൻസ് മ്യൂസിക് അവിടെ പ്ലേ ചെയ്തപ്പോൾ എനിക്ക് എൻട്രൻസ് മ്യൂസിക്കും വേണ്ട, എനിക്ക് നിങ്ങൾ ഫാൻസും വേണ്ട, എനിക്ക് വേണ്ടത് കോമ്പറ്റീഷൻ ആണ് എന്നായിരുന്നു സീന പറഞ്ഞത്. അതെ, സീനയുടെ അടുത്ത എതിരാളി ആരാണ് എന്നുള്ളത് മിക്കവാറും അടുത്ത റോ എപ്പിസോഡിലോ സ്മാക്ക് ഡൗൺ എപ്പിസോഡിലോ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അടുത്ത ആഴ്ച മറ്റേതെങ്കിലും സൂപ്പർ സ്റ്റാറിൻ്റെ മറ്റേതെങ്കിലും കിടിലൻ കഥയുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ ഗൈസ്.